എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കഥ ആരുടേതായിരുന്നു എന്ന് ഓർമ്മയില്ലേ? വരരുചിയുടെയും പഞ്ചമിയുടെയും കഥയാണ് നാം കഴിഞ്ഞ ദിവസം കേട്ടത്. അവർ 12 മക്കൾക്ക് ജന്മം കൊടുത്തു എന്നും ഞാൻ പറയുകയുണ്ടായി. 12 മക്കളിൽ 9ാമത്തെ മകനായി ജനിച്ച നാറാണത്തു ഭ്രാന്തൻ്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പറയുന്നത്. അവരുടെ ഓരോ മക്കളെക്കുറിച്ചും ഒരുപാട് കഥകൾ പ്രചാരത്തിലുണ്ട്. നാറാണത്തു ഭ്രാന്തൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ, ഭ്രാന്തുള്ള ആളായിരുന്നുവോ എന്ന് തോന്നും. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ സാധാരണ ബുദ്ധിയുള്ളവർ എന്ന് കരുതുന്ന നമുക്ക് തോന്നും അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ഭ്രാന്തനായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയുടെ പിന്നിലും വലിയ ആശയങ്ങൾ, വലിയ ഉപദേശങ്ങൾ അദ്ദേഹം മനുഷ്യകുലത്തിന് നൽകുകയായിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ നാറാണത്തു ഭ്രാന്തൻ എന്ന് വിളിച്ചു. നാറാണത്തു ഭ്രാന്തൻ്റെ സാധാരണ ഒരു എങ്ങനെയാണെന്നോ? രാവിലെ നേരത്തെ ഉണർന്നു കഴിഞ്ഞാൽ അദ്ദേഹം താമസിക്കുന്നതിനടുത്ത് വലിയൊരു മലയുണ്ട്. ആ മലയുടെ ചുവട്ടിൽ നിന്ന് വലിയൊരു കല്ല് അദ്ദേഹം കണ്ടെടുക്കും. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ കല്ല് ഉരുട്ടി മലയുടെ മുകളിലേക്ക് കയറ്റാൻ തുടങ്ങും. ആദ്യമൊക്കെ ആളുകൾ ഇങ്ങനെ നോക്കും, എന്തപ്പം ഇയാൾ ചെയ്യാൻ പോണേ? ഇതെന്തിനാ ഈ കല്ല് ഉരുട്ടി മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകണത്? ചില ആളുകൾക്ക് ആകാംക്ഷ അടക്കാൻ പറ്റാണ്ട് ചോദിക്കും, ഹേയ്, താൻ എന്താ നാരായണ ചെയ്യണത്? എന്തിനാ ഈ കല്ല് മുകളിലേക്ക് കൊണ്ടുപോകണേ? പക്ഷേ ആരെന്ത് ചോദിച്ചാലും നാറാണത്തു ഭ്രാന്തൻ ഒരു മറുപടിയും പറയില്ല. അദ്ദേഹം കഷ്ടപ്പെട്ട് വെയിലായാലും മഴയായാലും അതൊക്കെ കൊണ്ട് കല്ലുരുട്ടി മലയുടെ മുകളിലേക്ക് എത്തിക്കും. അപ്പോഴേക്കും ഏതാണ്ട് ഉച്ച സമയമാവും. കാരണം അത്രയും ബുദ്ധിമുട്ടല്ലേ നല്ല കനം കൂടിയ ഒരു കല്ല് ഉരുട്ടി മുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ. അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയോ? ഒന്ന് നിവർന്ന് നിൽക്കും. പിന്നെ ആ കല്ല് അതിശക്തിയായി താഴേക്കുന്തുമ്പോൾ മുകളിലേക്ക് കയറ്റാനുണ്ടായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? താഴേക്കൊരു കല്ലിന് ഉരുണ്ട് വരാൻ. കല്ല് ഉരുണ്ട് ആ മലയുടെ താഴ്വാരത്തിലേക്ക് തന്നെ എത്തും. അത് കണ്ടുകൊണ്ട് നാറാണത്തു ഭ്രാന്തൻ അവിടെ നിന്ന് കൈകൊട്ടി ചിരിക്കും. അപ്പോൾ ആളുകളൊക്കെ എന്ത് പറഞ്ഞു? അവന് ഭ്രാന്താ, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു കല്ല് മുകളിലേക്ക് ഉരുട്ടി കയറ്റി അതിങ്ങോട്ട് താഴത്തേക്ക് ഉരുട്ടി വിടുമോ? ഇതൊരു ദിവസമല്ല, എല്ലാ ദിവസവും നാറാണത്തു ഭ്രാന്തൻ ഇത് തന്നെയാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ നാറാണത്തു ഭ്രാന്തൻ എന്ത് സന്ദേശമാണ് മനുഷ്യർക്ക് നൽകിയതെന്നറിയാമോ? തൻ്റെ ഈ പ്രവൃത്തിയിലൂടെ നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്തൊക്കെ നേടിയാലും അതെല്ലാം നശിക്കാൻ ഒരു നിമിഷം മതി എന്നുള്ള വലിയ സന്ദേശമാണ് അദ്ദേഹം നമുക്ക് നൽകിയത്. പലപ്പോഴും സാധാരണക്കാരനായ നമുക്ക് നാറാണത്തു ഭ്രാന്തൻ പറഞ്ഞു തന്ന ആ വലിയ സന്ദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതാണ് സത്യം. ഇനി നാറാണത്തു ഭ്രാന്തൻ ഉച്ച കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യുന്നറിയോ? ഉച്ച കഴിയുമ്പോൾ നാറാണത്തു ഭ്രാന്തൻ ആ ഭാഗത്തുള്ള വീടുകളിൽ ഭിക്ഷയാചിച്ച് ചെല്ലും. ഭിക്ഷയായി കിട്ടുന്ന അരിയും കൊണ്ട് എവിടേക്കെങ്കിലും പോകും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെമ്പുപാത്രം ഉണ്ടായിരിക്കും. അതിലാണ് ഭിക്ഷ കിട്ടുന്ന അരിയൊക്കെ ശേഖരിക്കുക. തനിക്കൊരു ദിവസം കഴിക്കുവാനുള്ള അരി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭിക്ഷയെടുക്കില്ല. ആ അരിയും കൊണ്ടുപോയി എവിടെയാണോ എത്തുക അവിടെ ഒരു അടുപ്പ് കൂട്ടി ആ അരി വേവിച്ച് ആ ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങും. രാവിലെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും വരും. മലയുടെ അവിടെ വരുന്നു, കല്ലെടുക്കുന്നു, കല്ലുരുട്ടി കയറ്റുന്നു. ഇത് തന്നെയാണ് അദ്ദേഹം സ്ഥിരമായി ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു ദിവസം നാറാണത്തു ഭ്രാന്തൻ തനിക്ക് കിട്ടിയ അരിയുമായി ഇങ്ങനെ നടന്ന് ഒരു ശ്മശാനത്തിലെത്തി. ശ്മശാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. മനുഷ്യരുടെ മരണശേഷം നമ്മെ ദഹിപ്പിക്കുന്ന സ്ഥലമാണ് ശ്മശാനം. ശ്മശാനത്തിൽ അദ്ദേഹം എത്തിയപ്പോൾ കുറച്ചു മുമ്പ് അവിടെ ഒരു ശവദാഹം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചിതങ്ങനെ കത്തിത്തീരുന്നേ ഉള്ളൂ. അപ്പോൾ ചിതയിൽ ധാരാളം തീയുണ്ട്. അതോടൊപ്പം തന്നെ ആ മനുഷ്യനെ ദഹിപ്പിക്കുവാനായി കൊണ്ടുവന്നതിലെ ബാക്കിയായിട്ടുള്ള വിറകും അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം നാറാണത്തു ഭ്രാന്തൻ എന്ത് വിചാരിച്ചു? ആഹാ, എന്നാൽ ഇന്ന് ഇവിടെ തന്നെ ഭക്ഷണം വയ്ക്കാം. തീയുണ്ട്, അത്യാവശ്യത്തിന് വിറകുമുണ്ട്. വേഗം തന്നെ അദ്ദേഹം അടുത്തുള്ള പുഴയിൽ പോയി തൻ്റെ ചെമ്പുപാത്രത്തിലുള്ള അരിയൊക്കെ കഴുകി ആവശ്യത്തിന് വെള്ളവുമായി വന്ന് ഒരു 3 കല്ലൊക്കെ വെച്ച് ഒരടുപ്പ് കൂട്ടി കത്തിച്ച് അവിടെ ഇങ്ങനെ അരി വേവിക്കാൻ തുടങ്ങി. രാത്രിയായി, കുറച്ച് സമയം ഏറെയായി. അദ്ദേഹത്തിൻ്റെ അരി ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാത്രിയാകുമ്പോൾ, ശവദാഹം കഴിഞ്ഞ ദിവസം രാത്രി, ചുടലഭദ്രകാളിയും പരിവാരങ്ങളായിട്ടുള്ള ഭൂതപ്രേത പിശാചുക്കളും കൂടെ ചുടലയിൽ നിന്ന് നൃത്തം ചെയ്യുന്നൊരു പതിവുണ്ട്.
അപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു ശ്മശാനത്തിൽ ആളുകൾ മനുഷ്യരാരും രാത്രിയിൽ പോയി ഇരിക്കില്ല, നമുക്കൊരു പേടി തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുടലഭദ്രകാളിയും കൂട്ടുകാരും വരുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല, ഒരിക്കലും ആരും ഉണ്ടാവാറുമില്ല. പക്ഷെ അന്ന് അവർ വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരുന്നിങ്ങനെ എന്താ പറയുക, തീ കൂട്ടിയിട്ട് ചോറുണ്ടാക്കണു. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ്റെ ഇടത് കാലിൽ മന്ത് ഉണ്ട്. മന്ത് എന്ന് പറഞ്ഞാൽ അറിയോ, കാലിങ്ങനെ തടി വെക്കുന്ന ഒരു അസുഖമാണത്. അപ്പോൾ ഇടതുകാലിൽ നല്ല മന്തുണ്ട്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്താണ്, ആ തീയിൻ്റെ ഇത്തിരി അടുത്തേക്ക് ആ കാലൊക്കെ നീട്ടി വെച്ച് ഇങ്ങനെ ചൂട് കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നാറാണത്ത് ഭ്രാന്തൻ. അപ്പോൾ ചുടലഭദ്രകാളിയും ഭൂതപ്രേത പിശാചുകളും കൂടെ വിചാരിച്ചു, ഹേയ് ഇങ്ങനൊരു മനുഷ്യനോ ഇവിടെ? അവരെന്ത് ചോദിക്കും, നീ ആരാ ചോദിക്കും. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ നോക്കുമ്പോൾ ഇങ്ങനെ ആകെ ഭൂതപ്രേത പിശാചുകളും ചുടലഭദ്രകാളിയൊക്കെ നിൽക്കുക. നാറാണത്ത് ഭ്രാന്തന് ഒരു പേടിയായില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മനുഷ്യൻ, നിങ്ങൾക്കെന്താ, എന്നെ കാണാനില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, നീ എന്തിനിവിടെ വന്നു? ആഹാ, ഇത് നല്ല കാര്യം, ഞാനിതാ എൻ്റെ ഭക്ഷണം ഉണ്ടാക്കണു. അപ്പോൾ പറയും, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങൾക്ക് നൃത്തം ചെയ്യേണ്ട സമയമാണ്, നീ ഇവിടെ നിന്ന് പോകണമെന്ന് പറയും. അപ്പോൾ പറയും, ഹേയ് നിങ്ങളുടെ സ്ഥലമോ? ഇപ്പം ഇതെൻ്റെ സ്ഥലം, ഞാനിവിടെ ഭക്ഷണം വയ്ക്കുകയാണ്, ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് എനിക്ക് കിടന്നുറങ്ങണം, അതുവരെ ഞാനിവിടുന്ന് പോവില്ല എന്ന് പറയും. അപ്പോൾ അവർ പറയും, എന്നാൽ ഞങ്ങൾ നിന്നെ പേടിപ്പിക്കും. ആ, നിങ്ങളൊന്ന് പേടിപ്പിച്ച് നോക്കൂ, ഞാൻ പേടിക്കുമോയെന്ന് അറിയാലോ എന്ന് പറയും. അവർ കുറേ ബഹളം വെച്ചും കണ്ണുരുട്ടിയും അലറിയും പൊട്ടിച്ചിരിച്ചൊക്കെ പേടിപ്പിക്കാൻ നോക്കി. പക്ഷേ നാറാണത്ത് ഭ്രാന്തന് ഒരു കുസലും ഉണ്ടായില്ല. ഒടുവിൽ ദേവിക്ക് മനസ്സിലായി, ചുടലഭദ്രകാളിക്ക് മനസ്സിലായി, ഓ ഈ മനുഷ്യനെ സാധാരണ രീതിയിലൊന്നും ഇവിടുന്ന് ഓടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അവളെന്ത്, അടവൊന്ന് മാറ്റി, ഒന്ന് ദയവായി ഇവിടുന്ന് പോയി തരൂ, ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ നൃത്തം ചെയ്യാനുള്ളതാണ് എന്ന് താണുകേണ് പറഞ്ഞു. അപ്പോഴും നാറാണത്ത് ഭ്രാന്തന് ഒരു മാറ്റമില്ല. എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ ഇന്നിവിടെ ഭക്ഷണം ഉണ്ടാക്കി, ഞാൻ എവിടെയാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ് എൻ്റെ പതിവ്, അതുകൊണ്ട് എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ നാളെ വന്നിട്ട് നൃത്തം ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ പറയും, അയ്യോ അങ്ങനെ പറയരുത്, ഒരു മരണം നടന്ന് ചുടല കത്തുന്ന ആ ചിത കത്തുന്ന അതേ ദിവസം തന്നെയാണ് ഞങ്ങൾ നൃത്തം ചെയ്യേണ്ടത് ചുടലപ്പറമ്പിൽ. അപ്പോൾ പറയും, അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ചുടലഭദ്രകാളിക്ക് എന്ത് മനസ്സിലായി, എന്തായാലും തങ്ങൾക്ക് ഇന്ന് അവിടെ നൃത്തം ചെയ്യാനൊന്നും സാധിക്കില്ല, ഇനിയിപ്പോൾ പൂവ് എന്നേ വഴിയുള്ളൂ. അപ്പോൾ പറയും, എന്നാൽ ശരി, ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു, പക്ഷേ ഞങ്ങൾ എപ്പോഴെങ്കിലും ഒരു മനുഷ്യനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ആ മനുഷ്യനെ ശപിക്കണം, അതല്ലെങ്കിൽ ആ മനുഷ്യന് ഒരു അനുഗ്രഹം നൽകണം, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ല. അങ്ങേ ഞാൻ എന്തായാലും ശപിക്കില്ല, കാരണം അങ്ങൊരു സാധാരണക്കാരനായ മനുഷ്യനല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് അങ്ങക്ക് ആഗ്രഹമുള്ള ഒരു വരം ഞാൻ തരാം, എന്താണെങ്കിലും ചോദിക്കാൻ പറയും. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറയും, എനിക്കൊരു വരവും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങളൊന്ന് ഇവിടുന്ന് പോവുമോ, എൻ്റെ ചോറൊക്കെ വെന്തു, എനിക്കിനി അത് കഴിക്കണം, ഉറക്കവും വരുന്നുണ്ട് എന്ന് പറയും. അവർ പറയും, അയ്യോ അങ്ങനെ പറയരുത്, എന്തെങ്കിലും ഒരു വരം അങ്ങ് ചോദിക്കണം. അപ്പോൾ ഉടനെ ഇദ്ദേഹം ചോദിക്കുകയാണ്, എന്നാൽ ശരി, ഞാൻ എന്നാ മരിക്കാമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, ഇനിയൊരു 36 വർഷവും 6 മാസവും 12 ദിവസം 5 നാഴിക 3 വിനാഴിക ഇത് കഴിയുമ്പോൾ അങ്ങ് മരിക്കും. ഉടനടി നാറാണത്ത് ഭ്രാന്തൻ പറയേ, എന്നാൽ ശരി, നിങ്ങൾ വരം തരാമെന്നല്ലേ പറഞ്ഞേ, ഈ പറഞ്ഞ സമയത്തിനേക്കാൾ 1 ദിവസം എനിക്ക് കൂടുതൽ ജീവിക്കാനുള്ള വരം തരാൻ പറയും. അപ്പോൾ അവർ പറയും, അയ്യോ അങ്ങനെ മരണത്തെ മാറ്റിവെക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ പറയാം, എന്നാൽ ശരി, ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ഈ പറഞ്ഞതിനേക്കാൾ 1 ദിവസം മുൻപ് ഞാൻ മരിച്ചോട്ടെ, അതനുഗ്രഹിക്കാൻ പറ്റുമോ? അപ്പോൾ അവർ പറയും, അങ്ങനെയുള്ള അനുഗ്രഹമൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങ് വേറെ എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പറയും. അപ്പോൾ അദ്ദേഹം എന്ത് പറയും, ശരി, ഇത് വല്ലാത്ത ശല്യമായല്ലോ, ഇവർ പോകണമെങ്കിൽ ഇപ്പോൾ ഒരു വരം ഞാൻ ചോദിച്ചേ പറ്റൂ, ചോറാണെങ്കിൽ വെന്തു, ഭക്ഷണം കഴിക്കണം. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ എന്ത് പറയും, എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ, എൻ്റെ ഇടത് കാലിലുള്ള ഈ മന്ത് എൻ്റെ വലത് കാലിലേക്ക് മാറ്റി തന്നോളൂ എന്ന് പറയും. ഉടനെ തന്നെ അവർ അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അപ്പോൾ നോക്കി നോക്കൂ, എത്ര കാര്യമായ കാര്യം ചോദിച്ചാലും അവർ അനുഗ്രഹം കൊടുക്കുമായിരുന്നു. പക്ഷേ നാറാണത്ത് ഭ്രാന്തൻ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്കും ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചുടലഭദ്രകാളിയും ഭൂതഗണങ്ങളും അവിടെ നിന്ന് പോയപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഭക്ഷണവും കഴിച്ച് സുഖമായി അവിടെ കിടന്നുറങ്ങി. നാറാണത്ത് ഭ്രാന്തനെക്കുറിച്ചുള്ള ഒരു ചെറിയ കഥയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്.
ഇനി ഇതുപോലെയുള്ള നാറാണത്ത് ഭ്രാന്തൻ്റെ സഹോദരങ്ങളായിട്ടുള്ള അഗ്നിഹോത്രി, പെരുന്തച്ഛൻ, പാക്കനാർ, പാണനാർ എല്ലാവരെയും പറ്റി ഒരുപാട് കഥകൾ നമുക്കിടയിൽ പ്രചാരത്തിലുണ്ട്. അത്തരം കഥകളുമായി ഇനി അടുത്ത ദിവസം ഞാൻ നിങ്ങൾക്കരികിലെത്താം. എല്ലാവർക്കും നന്ദി.